നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സൂര്യയുടെ ചിത്രം കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിരുത്തായി ശിവ സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. എന്നാൽ ചില യൂട്യൂബ് റിവ്യൂമാർ ചിത്രത്തിലെ സൂര്യയുടെ അഭിനയം മുതൽ തിരക്കഥ, ഗ്രാഫിക്സ് എന്നിവയെല്ലാം വിമർശിച്ചിരുന്നു. എന്നാൽ റിവ്യൂമാർക്ക് മറുപടിയുമായി ബാല രംഗത്തെത്തുകയാണ്. സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായം പറയാമെങ്കിലും ആസൂത്രിതമായ ആക്രമണം ശരിയല്ലെന്നാണ് കങ്കുവ കണ്ടിറങ്ങിയതിന് പിന്നാലെ സിരുത്തായി ശിവയുടെ സഹോദരനും നടനുമായ ബാല പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മുൻ ഭാര്യയ്ക്കെതിരായ പരോക്ഷമായ വിമർശനവും അദ്ദേഹം നടത്തുന്നുണ്ട്. സിനിമ തനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. തുറന്നു പറയുകയാണെങ്കിൽ തുടക്കത്തിലെ ഒരു 20 മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഒരു ഉഷാറില്ലാത്തതുപോലെ തോന്നി. എന്നാൽ അതിനുശേഷം ഇന്റർവെൽ ബ്ലോക്കൊക്കെ ആയപ്പോൾ വലിയ കോൺഫിഡൻസ് വന്നു. 2024 കഥ ആരംഭിക്കുന്നത്. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഫ്ലാഷ് ബാക്ക് പോയപ്പോഴാണ് വലിയ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലായത്. സെക്കൻഡ് ഹാഫിലെ ചില സീനുകളെല്ലാം എക്സ്ട്രാ ഓർഡിനറി രോമാഞ്ചം നൽകുന്നതായിരുന്നു. പടം തീർന്നെന്ന് വിചാരിക്കുമ്പോഴാണ് സെക്കൻഡ് ഹാഫിന്റെ ലീഡായിട്ടാണ് കാർത്തിയെ കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നിർമ്മാതാവ് ജ്ഞാനവേലുമായി എനിക്ക് വലിയ ബന്ധമാണ്. കങ്കുവ പടം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സംവിധായകന് അഡ്വാൻസ് കൊടുത്തത് ആരാണെന്ന് അറിയുമോ? അത് ഞാനാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചർച്ചകളുണ്ടായിരുന്നു. ആ സമയത്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതോടെയാണ് ആദ്യം ചേട്ടന്റെ സിനിമ ചെയ്യട്ടെ എന്ന തീരുമാനമുണ്ടാകുന്നത്. കങ്കുവ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. തമിഴ്നാട്ടിൽ ചിത്രം വലിയ ഹിറ്റാണെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ചിലയിടങ്ങളിലെ പഴയ തമിഴ് ഭാഷ മലയാളികൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് സബ്ടൈറ്റിൽ നൽകിയത്. ബാക്കി ഭാഷയൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ എന്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിലാണ്. ജ്ഞാനവേലിനെ പോയി കണ്ട് ഒരുപക്ഷെ പഴയ പടം വീണ്ടും ആരംഭിച്ചേക്കുമെന്നും അദ്ദേഹം പറയുന്നു. റിവ്യൂമാർക്കെതിരെയും രൂക്ഷമായ വിമർശനം ബാല ഉന്നയിക്കുന്നുണ്ട്. സിനിമ മാത്രമല്ല, മറ്റുള്ളവന്റെ ജീവിതം താനാണ് തീരുമാനിക്കുന്നതെന്നാണ് ചിലരുടെ വിചാരം. അങ്ങനെയാണ് അവർ റിവ്യൂ ചെയ്യുന്നത്. ഇതൊക്കെ മോശം പരിപാടിയാണെന്ന് അവർക്കറിയില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ. അവരല്ല വിധികർത്താക്കൾ. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. എന്നാൽ രാവിലെ എന്റെ ഒരു സുഹൃത്ത് വന്ന് പടം ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു. വ്യക്തിപരമായ വിമർശനം, അഭിപ്രായം വേറെ. എന്നാൽ ചിലർ മറ്റുള്ളവരെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബാല പറഞ്ഞു. അതേസമയം ഹണിമൂൺ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് മുൻ ഭാര്യയെ പരോക്ഷമായി സൂചിപ്പിക്കുന്ന ഒരു മറുപടിയാണ് ബാല നൽകിയത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വീഡിയോ കാണുന്നുണ്ടല്ലോ. നമ്മളൊക്കെ നിർത്താൻ പറഞ്ഞിട്ടും അവർ ഇതുവരെ നിർത്തിയിട്ടില്ലല്ലോ. അവരുടെ വീഡിയോസ് കാണ്, ബാല പറഞ്ഞു. ആരെയോ ഒന്ന് കുത്തി പറയുന്നുണ്ടല്ലോ എന്ന കമന്റ് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ചില പ്രേക്ഷകർ പങ്കുവെക്കുന്നുമുണ്ട്. നേരത്തെ അമൃതയുടെയും അഭിരാമിയുടെയും വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത്. ഉപദ്രവങ്ങളൊന്നുമില്ലാത്ത സമാധാനമുള്ള ഒരു ദീപാവലിയാണ് കടന്നുപോയതെന്നാണ് അമൃത പറഞ്ഞത്. തങ്ങളുടെ മനസ്സിലാക്കി കൂടെ നിന്നതിന് പ്രേക്ഷകരോട് നന്ദി പറയുകയാണെന്ന് അഭിരാമിയും അമ്മ ലൈലയും പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അടുത്ത മാനസികാഘാതങ്ങളിലൂടെയാണ് കടന്നുപോയത്. മനസ്സിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും എത്രയും പെട്ടെന്ന് പഴയ സന്തോഷത്തിലേക്ക് മടങ്ങി വരുമെന്നും അമൃത വീഡിയോയിൽ പറയുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.